ഈ വീഡിയോ കാണുന്ന ആളുകളോട് ഒന്നേ പറയുന്നുള്ളൂ, നിങ്ങൾ ഒറ്റയ്ക്ക് കാണുക, ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുക, വേറൊന്നുമല്ല. അങ്ങനത്തെ ഒരു വീഡിയോ ആയതുകൊണ്ട് മാത്രമാണെന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് എങ്ങനെ വേണമെങ്കിലും ഫണ്ട് ഉണ്ടാക്കാം എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അത് ഏറ്റവും കൂടുതൽ ഫണ്ട് ഉണ്ടാക്കുന്ന ആളുകൾ അത് കുറച്ച് സ്ത്രീജനങ്ങളാണ്. അതും നല്ല രീതിയിലാണോ ചീത്ത രീതിയിലാണോ എന്നുള്ളത് അതൊരു കോമഡിയാണ് എന്നുള്ളതാണ്. അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് എന്തെങ്കിലും കാണിച്ചു കൂട്ടിയാൽ കാണാൻ ആളുകളുണ്ട്, പ്രൊമോഷൻ തരാൻ ആളുകളുണ്ട്, ഇന്റർവ്യൂസിന് വിളിക്കാൻ ആളുകളുണ്ട്, ഉദ്ഘാടനത്തിന് വിളിക്കാനും ആളുകളുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ ഒരു ട്രാക്ക് എന്നുള്ളതാണ്. തുമ്പി എന്നോ വാണമെന്നോ അങ്ങനെ എന്തോ ഒരു പേരിൽ ഒരു സാധനം കുറെ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് അയച്ചു തന്നിട്ട് ഇതൊന്ന് റിയാക്ട് ചെയ്യുക ബ്രോ എന്ന് ചോദിക്കും ചെയ്തിട്ടുണ്ട്. ആ പെൺകുട്ടിയുടെ കൂടെയുള്ള ആൾ ആരാണെന്നൊക്കെ കേൾക്കുമ്പോഴാവും നിങ്ങൾക്ക് ഏറ്റവും കൗതുകം തോന്നുക. നമുക്ക് ആദ്യം വീഡിയോ കാണാം. 10 സെക്കൻഡ് കൊണ്ട് വൈറലാവണ സംഭവില്ലേ? കുറ്റം പറയുവരെങ്കിലും പറയുന്നവർ പറയട്ടെ, നമ്മളെന്തിനാ മൈൻഡ് ആക്കുന്നത് എന്നാ പറയുന്നത്. ഈ അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് ഈ കാണിച്ചു കൂട്ടുന്ന കോപ്രായത്തരങ്ങൾ കാണാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്. വീഡിയോ എടുത്ത് കൊടുക്കുന്ന ആള്, കൂടെ നടക്കുന്ന ആള് മാമനാണെന്നാ പറയുന്നത്. മാമൻ എന്ന് പറയുമ്പോൾ സഹോദരിയുടെ അനുജനോ ചേട്ടനോ ആരെങ്കിലൊക്കെ ആയിരിക്കും. എന്തായാലും കൊള്ളാം അല്ലേ. ഇതൊക്കെ കണ്ട് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കുറെ ആളുകൾ ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഇവിടെ നിലവിലൊരു നിയമം പാസ്സായിട്ടുണ്ട്. പക്ഷെ അത് സംസ്ഥാനങ്ങൾക്ക് അതിന്റെ അവകാശങ്ങൾ അല്ലെങ്കിൽ അധികാരങ്ങൾ ഇതുവരെ വിട്ടുകൊടുത്തിട്ടില്ല. പ്രസിഡന്റ് ഒപ്പ് മാത്രമേ വെച്ചിട്ടുള്ളൂ. അത് എത്തണം. അത് എത്തിയതിന് ശേഷം കുറെ എണ്ണത്തിന്റെ കുറെ ചാനൽസ് ഉണ്ട്. സത്യം പറയട്ടെ, വെറുപ്പിക്കലിന്റെ അങ്ങേയറ്റം എന്നുള്ളതാണ്. കഴിഞ്ഞില്ല. ഈ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഒറ്റയ്ക്ക് കാണുക, പ്രായപൂർത്തിയവർ കാണുക, ഹെഡ്സെറ്റ് വെക്കുക. ചിലപ്പോൾ അറിയാതെ എന്തെങ്കിലും പൊട്ടത്തരം ഞാൻ വിളിച്ചു പറയും, അതുകൊണ്ടാണ് കാണാം. എന്താടാ നല്ല ജോലി എടുത്ത് ജീവിച്ചൂടെ നമ്മൾ പലപ്പോഴും പറയാറില്ലേ. നല്ല അഭിമാനത്തോട് കൂടിയിട്ട് നല്ല ജോലി എടുത്ത് ജീവിക്കാൻ കഴിയും. പക്ഷെ അഭിമാനം വിറ്റ് ശരീരം പ്രദർശിപ്പിച്ചിട്ട് ഇങ്ങനെ ജീവിക്കാൻ കുറച്ച് തൊലിക്കട്ടും ഉളുപ്പില്ലായ്മ വേണമെന്നുള്ളതാണ്. ഉളുപ്പുള്ളവർ ചെയ്യില്ല. കൂടെ നടക്കുന്നത് ആരാ നോക്കണം. തന്റെ മക്കളും വേണ്ടപ്പെട്ട ആളുകളൊക്കെ ഇങ്ങനെ സമൂഹത്തിന്റെ മുന്നിൽ അധപ്പതിച്ച് ജീവിക്കരുതെന്ന് ആഗ്രഹിക്കുന്നവർ ഇങ്ങനെ ഒരിക്കലും നടക്കില്ല. ഊളത്തരം കാട്ടിയിട്ടാണെങ്കിലും വേണ്ടില്ല, എന്ത് കാണിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, ജീവിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായാൽ മതി എന്നുള്ള ധാരണയിൽ ജീവിക്കുന്ന ആളുകളാണ് ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. ആരെന്ത് പറഞ്ഞാലും ഒന്നുമില്ല എന്ന രീതിയിലാണ് അവരുടെ മറുപടി. കണ്ടില്ലേ. ഇനി മനോഹരമായിട്ട് നമുക്ക് പല വീഡിയോസ് എടുക്കാൻ കഴിയും. ഇപ്പൊ നമ്മളൊരു പുതിയ സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗുഹ എക്സ്പ്ലോർ ചെയ്യാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എത്തുമ്പോൾ നമുക്കത് മനോഹരമായിട്ട് ചിത്രീകരിക്കാൻ കഴിയും. പക്ഷെ ചിത്രീകരിക്കുന്നത് ആ ഒരു മലനിരകളല്ല, പകരം ഇന്നതാണ് എങ്കിൽ അത് വളരെ പ്രൊജക്ട് ചെയ്ത് കാണിക്കാനും കഴിയും. നിങ്ങളതൊന്ന് കാണും. വീഡിയോ എടുക്കുന്ന ആംഗിൾസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വീഡിയോ എടുക്കുന്നത് അത് അമ്മാവനാണ് കുട്ടിയുടെ. മാമോ എന്തുവാടെ ഇതൊക്കെ ജനങ്ങൾക്കാണ് കാണിച്ചു കൊടുക്കുന്നത് എന്നുള്ള ബോധം വേണം. കണ്ണുകൊണ്ട് കാണുന്ന നിങ്ങൾ കാണുക, ജനങ്ങൾക്ക് കൂടി കാണിച്ചു കൊടുക്കണം. അടിവസ്ത്രം പോലും കാണുന്ന രീതിയിലാണ് ആ വീഡിയോ ചിത്രീകരിച്ചിട്ടുള്ളത്. തീർന്നിട്ടില്ല. ഇത് ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ട്രിക്കാണ് കേട്ടോ. അതായത് എക്സ്പോസ് ചെയ്ത് മനഃപൂർവ്വം വീഡിയോ ചിത്രീകരിക്കുക, ജനങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുക. ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ ഒക്കെ നമുക്ക് മൗലികാവകാശങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ റിയാക്ട് ചെയ്യാനുള്ള ഒരു അവകാശവും നമുക്കുണ്ട്. ബാക്കി കൂടെയുള്ള മറ്റുള്ള ആളുകളുടെ വസ്ത്രം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അവരൊക്കെ പരമാവധി ശരീരം കവർ ചെയ്തിട്ട് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. പക്ഷെ ഒരു പെൺകുട്ടി മാത്രം, അവരാണ് തുമ്പി എന്ന് വിളിക്കുക തോന്നുന്നു, എനിക്ക് പേരെന്താണെന്ന് അറിയില്ല കേട്ടോ. ഇതിന് അയച്ചു തന്നപ്പോൾ ഞാൻ അടുത്ത് റിയാക്ട് ചെയ്തെന്നുള്ളൂ. ഞാൻ ഈ വീഡിയോ ബ്ലറാക്കിയിട്ടില്ല. പരമാവധി ആളുകൾ കാണട്ടെ, അവർ കാണണമെന്ന് വിചാരിച്ചിട്ടല്ലേ വീഡിയോ ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ബ്ലറാക്കാത്തത്. ഈ സ്ഥലം കാണിക്കാൻ നല്ല ക്യാമറ ആംഗിൾസ് വെച്ച് ചെയ്യാൻ കഴിയും. മാന്യമായി വസ്ത്രം ധരിച്ചിട്ടും അത് ചെയ്യാൻ കഴിയും. പക്ഷെ അവരത് ചെയ്യില്ല. ചില സമയത്ത് നമുക്ക് പറയണം തോന്നും പലതും. പക്ഷെ സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് പറയാൻ കഴിയാതെ ഒഴിവാക്കി വിടുക എന്നുള്ളതാണ്. അത്ര വൾഗറായിട്ടുള്ള രീതിയിലുള്ള പല സംഭവങ്ങളുണ്ട്.
ഇപ്പൊ ഇവരെ മാത്രം പൊക്കി പിടിച്ച് കൊണ്ടുവരേണ്ട കാര്യം എന്താ ഉള്ളത്? മറ്റുള്ള ഒരുപാട് ആളുകളില്ലേ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. എനിക്കിങ്ങനെ അയച്ചു തന്നതുകൊണ്ട് മാത്രം അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് റിയാക്ട് ചെയ്യണം. അതുകൊണ്ട് മാത്രമാണ്. ഇഷ്ടം പോലെ വീഡിയോസ് കാണുന്നുണ്ട്. ഇപ്പൊ പമ്പ എന്ന് പറയുന്ന ഒരു വയസ്സായ സ്ത്രീ ഉണ്ടല്ലോ, കുറെ മേക്കപ്പ് ഒക്കെ വാരിപ്പൊത്തിയിട്ട് എന്തൊക്കെ വൃത്തികേടാ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഡോക്ടറാണെന്നും കൂടിയും പറയുന്നുണ്ട്. പക്ഷെ ഞാനതൊന്നും പുറത്ത് കൊണ്ടുവരാത്തതെന്ന് വെച്ചാൽ തുടക്കം മുതലേ കണ്ട് കണ്ട് വെറുത്ത് സഹിക്കാൻ പറ്റാതെ ഒഴിവാക്കിയതാണ്. കുറേ എണ്ണം ഉണ്ട്. ഇപ്പൊ എന്താണ് നിള നമ്പ്യാർ എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവരൊക്കെ കാണിച്ചു കൂട്ടിയ നിള നമ്പ്യാർ എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ കാണാൻ കഴിയും. പൂർണ്ണ നഗ്നയായിട്ടുള്ള വൃത്തികെട്ട രീതിയിലുള്ള ഒരുപാട് വീഡിയോസും ഫോട്ടോസും ഒക്കെ അവർ പുറത്തിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ എല്ലാവരും റിയാക്ട് ചെയ്യാൻ കഴിയില്ല, ചിലത് റിയാക്ട് ചെയ്യണം. ഇതൊരു ചെറിയ പെൺകുട്ടിയാണ്. ഈ ഒരു ചെറിയ പെൺകുട്ടി സാമ്പത്തികമായി ഉണ്ടാക്കാൻ തെരഞ്ഞെടുത്ത ജീവിതമാർഗം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അത് മോശമാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ക്ഷീണിച്ചു പോയല്ലോ, നീ അയ്യ വാടി പറഞ്ഞല്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. വലിഞ്ഞ് കേറി ചാടി മറിഞ്ഞിട്ടൊക്കെ പോയിരുന്നു. ഇഷ്ടായില്ലേ? നല്ല ഇഷ്ടമായിട്ടോ. നമുക്ക് ഇനി എന്തായാലും വരണം, മഴക്കാലത്തും കൂടെ വരണം. പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസ് ഇനിയും കണ്ടിന്യൂ ചെയ്യണം. ഇത്ര നാളായിട്ട് കുറച്ചൊന്ന് ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആയിരുന്നു, പക്ഷെ എന്നിട്ട് നമ്മൾ വീണ്ടും സജീവമായിട്ട് വരുന്നതായിരിക്കും. വരുന്നതായിരിക്കും. അത്ര ഇനിയും ഇങ്ങനെയുള്ള വീഡിയോസ് ഉണ്ടായിരിക്കും എന്നുള്ളത് പറയുന്ന അറിയാം. മാമൻ മരുമക്കള് മക്കളൊക്കെ തെറ്റായ ദിശയിലേക്ക് പോകുമ്പോൾ നേർരേഖയിലേക്ക് തളിച്ചു വിടാനുള്ള, അവന് വിദ്യാഭ്യാസം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കാം, വേർപ്പിന്റെ അസുഖം എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കാം, ക്യാമറ പിടിച്ച് നടക്കുന്നതൊക്കെ അവൻ തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാവും സപ്പോർട്ട് ചെയ്യുക. എന്നാലും പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. ഊളത്തരം, പറ്റ ഊളത്തരം. ഇനിയിപ്പോൾ നിങ്ങൾ സൈഡിലൊരു വീഡിയോ കാണുന്നു. ആ വീഡിയോയിൽ അവരിട്ട വസ്ത്രത്തിന്റെ ഒരു ഡിസൈൻ നിങ്ങൾ കണ്ടില്ലേ? ഒരു ഹാഫ് ന്യൂഡായിട്ടുള്ള ഒരു സംഭവത്തിനെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വസ്ത്രമാണ് അവർ ധരിച്ചിട്ടുള്ളത്. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ ആ ഒരു രീതിയിലാണ് നിൽക്കുന്നത് തോന്നിപ്പോവും. പക്ഷെ അവർക്ക് ഇങ്ങനത്തെ വസ്ത്രത്തിന്റെ ആവശ്യമൊന്നും വരുന്നില്ല. ഓൾറെഡി അവർ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ സബ്സ്ക്രിപ്ഷൻ ഒക്കെ തുടങ്ങി എന്നൊക്കെ പറയുന്ന ഒരു പോസ്റ്റും കൂടി ഞാൻ കണ്ടു. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, വേറൊരു വീഡിയോ കൂടി കണ്ടു നോക്കിയേ. വീടിന്റെ മട്ടുപ്പാവിലാണ് ഇരിക്കുന്നത്. എന്തോ വെള്ളം കോരാനുള്ള ആക്ഷൻ കാണിക്കുകയാണെന്ന് അറിയില്ല. എന്തായാലും വീട്ടുകാരൊക്കെ ഇത് കാണുന്നുണ്ടാവുമല്ലോ അല്ലെ? വീട്ടില് അച്ഛനും അമ്മയും വേണ്ടപ്പെട്ട ആളുകളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അവരൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇവർ ചെയ്യുന്നത് കൊണ്ട് തന്നെ സമൂഹത്തിന് മുന്നിലേക്ക് ഇറങ്ങി നടക്കുമ്പോൾ എത്രത്തോളം ചോദ്യചിഹ്നങ്ങൾ അവരെ നേരെ അങ്ങനെ ചൂണ്ടുന്നുണ്ടാവൂല്ലേ? എന്താണ് ഇങ്ങനെ നടക്കുന്നത്, ഒന്ന് പറഞ്ഞു കൊടുത്തുകൂടെ എന്നൊക്കെ പറയുന്നുണ്ടാവും. ചിലപ്പോൾ അവർക്ക് തിരിച്ച് മറുപടി പറയാൻ ഉണ്ടാവില്ല. അവളുടെ അങ്കിള് തന്നെയാണ് അവരെ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതെന്ന് നാളെ ചിലപ്പോൾ പറഞ്ഞെന്നൊക്കെ വരാം. എന്തായാലും കാണാം, ബാക്കിയുള്ളതൊക്കെ കണ്ടറിയാന്നുള്ളതാണ്. ഇനിയും ഒരുപാട് ആളുകൾ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നുണ്ടോ? ഇതൊക്കെ എന്നാണ് ഒരു അവസാനം വരിക എന്നുള്ള ഒരു പിടിയുമില്ല. സോഷ്യൽ മീഡിയ ഈ ഒരു ഫണ്ട് കൊടുക്കുന്ന പരിപാടി അവസാനിപ്പിച്ചാൽ തന്നെ ഈ പരിപാടി അവസാനിക്കും എന്നുള്ളതാണ്. നമ്മളിപ്പോൾ കൂലിപ്പണിക്കൊക്കെ പോയി ബാക്കി വരുന്ന സമയത്താണ് ഇത്തരം വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പരമാവധി രാത്രിയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യാറ്. പിന്നെ വർക്ക് കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ ഒരു 5 മണി 6 മണി ടൈമിലൊക്കെ ഇരുന്നിട്ടാണ് വീഡിയോ ചെയ്യുക. അതാദ്യം മനസ്സിലാക്കുക. കുറെ ആളുകൾ നിനക്ക് വേറെ പണിയൊന്നും ഇല്ലടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നല്ല തടി ഉണ്ടല്ലോടെ, പല പണിക്കും പോയി ജീവിക്കടേ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. പണിക്ക് പോകുന്നുണ്ട് ബ്രോ, ഇതും ഒരു പണിയാണ് ബ്രോ. പിന്നെ നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട സമയം അവിടെ കളയുന്നുണ്ടല്ലോ ആ കമന്റ് ഇടാൻ വേണ്ടിയിട്ട്. പണിക്ക് പോ ബ്രോ, കുടുംബം നോക്ക് ബ്രോ, അത്രേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അപ്പോൾ അത്തരം വീഡിയോസ് കാണുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് നോക്ക്. നമ്മുടെ മക്കളെ കയ്യിൽ മൊബൈൽ ഫോണൊക്കെ കിട്ടുന്ന സമയത്ത് അനുകരിക്കാതിരിക്കാനുള്ള ഒരു സംവിധാനം നിങ്ങൾ ഒരുക്കി കൊടുക്കുക. മക്കളുടെ കയ്യിൽ ഒരു 18 വയസ്സ് വരെ മൊബൈൽ ഫോൺ കൊടുക്കാതിരിക്കാനൊക്കെ നല്ലത്. പക്ഷെ എന്താ ചെയ്യുക? ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒന്നല്ല നമ്മളെ മക്കൾ കേൾക്കുന്നത്. അവർ 7 മണി കഴിഞ്ഞാലും 8 മണി കഴിഞ്ഞാലും ചിലപ്പോൾ 12 മണി കഴിഞ്ഞാലും വീട്ടിൽ കയറി വരുന്നുണ്ടോ, തിരിച്ചെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 8ന്റെ പണി ഇങ്ങോട്ട് തരും. അതുകൊണ്ട് ശ്രദ്ധിക്കുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പൈസ ഉണ്ടാക്കാൻ ഇത് എളുപ്പമാണെന്ന തെറ്റായ സന്ദേശമാണ് ഇവരെ പോലുള്ള ആളുകൾ കൊടുക്കുന്നത്. അത് കേട്ട് വിശ്വസിച്ചിട്ട് അല്ലെങ്കിൽ അത് കണ്ട് മനസ്സിലാക്കിയിട്ട് അവരും ചിലപ്പോൾ ഈ വഴിയിലൂടെ പോകാനുള്ള സാധ്യതകളുണ്ട്. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട, അത്രേ പറയുന്നുള്ളൂ. അപ്പോൾ വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളും സൈനിങ്.